ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടുമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അതിലേക്ക് 3 പച്ചമാങ്ങ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം നല്ല കട്ടിയിൽ കാച്ചിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. പിന്നെ ഞാൻ ശർക്കരയിൽ എന്തായാലും കുറച്ച് അഴുക്കും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാച്ചിയാണ്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചിലരൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷെ എനിക്ക് കടുമാങ്ങയിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചാണ്ട് വേവിക്കാം. ഒന്ന് തിളച്ച ശേഷം ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും മാങ്ങ നന്നായിട്ട് വെന്ത് വന്നോളും. പിന്നെ ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിന് അതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കടുമാങ്ങൻ്റെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 4 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിൻ്റെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഗ്രേവി ഈ വെള്ളം പോലെ നിൽക്കുന്നതൊക്കെ ഒന്ന് തിക്കായിട്ട് വരിക. അപ്പോൾ നല്ലൊരു കായത്തിൽ കിട്ടും കേട്ടോ നമ്മളെ കടുമാങ്ങ. അപ്പോൾ ഇത്രയും വെള്ളത്തിലും കായത്തിലൊന്നും വേണ്ട എന്നുള്ളവർ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ശർക്കരപ്പാനി ഉൾപ്പെടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അത് ഒരു 1/2 കപ്പാക്കിയാണ്ട് കുറച്ചാണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നതാണ്. ഇനി ഇതാ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.